നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മധ്യ തിരുവിതാംകൂറിലെ വളരെ പ്രശസ്തമായ പിടി എന്ന് പറയുന്ന ഡിഷാണ്. ട്രഡീഷണലായ പിടിയുടെ കൂടെയുള്ള കോമ്പിനേഷൻ എപ്പോഴും നല്ല നാടൻ കോഴിക്കറിയാണ്. ട്രിവാൻഡ്രം സൈഡിലൊക്കെ ആണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ പിടി പാൽ കൊഴുക്കട്ട എന്ന പേരിൽ അറിയപ്പെടും. ഇതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാര, ഏലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ട് കറിയില്ലാതാണ് കഴിക്കുന്നത്. ഈ പിടിക്കൊപ്പം നാടൻ കോഴിക്കറിയാണ് എപ്പോഴും ടേസ്റ്റായിട്ട് വരുന്നത്. തൊട്ട് മുകളിൽ കാണുന്ന ഐ ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ നാടൻ കോഴിക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് കിട്ടും. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തേക്കാം. ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻസും തരണം. ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. ഇത് 1 കപ്പ് അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണിത്. വറുത്തതായാലും വറുക്കാത്തതാണെങ്കിലും പ്രശ്നമില്ല. എന്തായാലും നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കും. ഇനി അരിപ്പൊടിയിലേക്ക് 1/2 കപ്പ് ഫ്രഷായ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിൽ പിടി പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു 2 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്ക് കഴിക്കാൻ കാണും. 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 4 പേർക്ക് നല്ലതുപോലെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. ഇതൊരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം. ചൂടായ ഒരു പാനിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും തേങ്ങയും കൂടിയുള്ള മിക്സ് ഒന്ന് ഇട്ടതിന് ശേഷം ചെറുതായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് ഫ്ലെയിമിൽ വെച്ച് വറുക്കരുത്, അരിപ്പൊടി അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു 2-3 മിനിറ്റൊക്കെ മതിയാവും. ഈ അരിപ്പൊടി ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു നല്ല മണം നമുക്ക് വരും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അരിപ്പൊടി റെഡി ആയിട്ടുണ്ടെന്ന്. മാത്രമല്ല അരിപ്പൊടിയുടെ വെയിറ്റൊക്കെ ഒന്ന് കുറഞ്ഞു വരും. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് ഒരു 3 ചുമന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 2 വലിയ ടേബിൾ സ്പൂൺ ഫ്രഷായ തേങ്ങ കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, നമ്മൾ തോരനൊക്കെ യൂസ് ചെയ്യുന്ന ജീരകമില്ലേ, അതാണിത്. ഒരു 1/2 ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഉള്ളിയുടെ ആ ഒരു വെള്ളമയമൊക്കെ മതി ഇത് അരഞ്ഞു വരാൻ, അല്ലാതെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അരിപ്പൊടി കുഴച്ചെടുക്കാൻ ആവശ്യമായ വെള്ളമാണ് ഇനി പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 കപ്പ് വറുത്ത പൊടിക്ക് 1.5 കപ്പ് വെള്ളം മതിയാകും. പക്ഷേ ബാലൻസ് വരുന്ന ആ വെള്ളം നമ്മൾ പിടി കുക്ക് ചെയ്യുമ്പം എടുക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളത്തിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ജീരകം, തേങ്ങ ആ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ വെള്ളത്തിന് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊന്ന് നോക്കിയാൽ മതി, വെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടെങ്കിൽ അത് മതിയാകും. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ ചൂടുവെള്ളം അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഈ സമയത്ത് നല്ല ചൂടുവെള്ളം ആയതുകൊണ്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് കണക്ക്. അപ്പം അളന്ന് വേണമെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ആ കൂട്ടിൽ ജീരകം അത്രയ്ക്ക് അരയാതെ കിടക്കും. അപ്പോൾ ആ ജീരകം ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല, ഒന്ന് അരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ച് എടുക്കാം. ഇനി ഇത് ചെറിയ ഒരു പീസ് എടുത്ത് കൈവെള്ളയിൽ വെച്ച് ഉരുട്ടി നമുക്ക് ഇങ്ങനെ പിടിക്ക് വേണ്ട ഉരുളകൾ തയ്യാറാക്കാം. ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ഒരുപാട് അരിപ്പൊടിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ബോള് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞൊരു വലിയ പണി തന്നെയാണ്. അപ്പോൾ വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ ഈ ബോൾ ഇത്രയും ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിടിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളത്തിൽ ഒരു 1/2 കപ്പോളം ബാലൻസ് ഉണ്ട്, അത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിക്കുമ്പോൾ ഈ ചതയാതെ കിടക്കുന്ന ജീരകം ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് വീണ്ടും 1 കപ്പ് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പിടി ചേർത്ത് കൊടുക്കാം. 2 പിടി ഇതിൽ ചേർക്കാതെ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണിത്. ഒരു 20 മിനിറ്റോളം ഇതിന് കുക്കിംഗ് ടൈമുണ്ട്. ഇതിനി ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
കുറച്ചൊക്കെ അത് കുക്കായി. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു തേങ്ങയിൽ നിന്ന് ഞാനൊരു 1.25 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അതിൽ 1/4 കപ്പ് ഒന്നാം പാലാണ്. ഇത് 1 കപ്പ് രണ്ടാം പാലായിട്ട് തന്നെ എടുത്തു. അതിനി ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് വീണ്ടും ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇത് അടച്ചു വെച്ചാൽ ചിലപ്പോൾ ഒരുപാട് ഇങ്ങനെ തിളച്ച് വന്നിട്ട് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊരു തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ പിടി ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിലൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ പിടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പിടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വരും. അതിനുശേഷം ഒരു 3-4 മിനിറ്റും കൂടെ നമുക്കിത് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാലൻസ് ചേർക്കാനുള്ളത് തേങ്ങയുടെ ഒന്നാം പാൽ മാത്രമാണ്. ഒരു 3/4 കപ്പ് തേങ്ങാപ്പാലുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. നല്ലതുപോലെ ആവി വരുന്നത് വരെ ഒന്ന് കൈ മാറാതെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കുറുകി വരും. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റിനാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഈ തേങ്ങാപ്പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1-2 ഏലക്കയും കൂടി ചതച്ചിട്ടാൽ മാത്രം മതി. അപ്പോൾ കറിയില്ലാതെ തന്നെ നിങ്ങൾക്കത് കഴിക്കാം. അപ്പോൾ നമ്മുടെ പിടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.